എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരുവാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഹാൻഡ് സിഗ്നലുകളെ കുറിച്ചാണ്. അതായത് ഈ ഹാൻഡ് സിഗ്നലുകൾ അറിഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു ഡ്രൈവിംഗ് ടെസ്റ്റ് വളരെ എളുപ്പത്തിൽ പാസ്സാകുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് പുതിയതായിട്ട് വാഹനം പഠിക്കുന്ന വിദ്യാർത്ഥികൾ, ലൈസൻസിന് വേണ്ടി പുതിയതായിട്ട് വാഹനം പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഈ സിഗ്നലുകൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ വാഹനം ഓടിക്കുന്ന ഒരാളും ഈ സിഗ്നലുകൾ അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. പ്രധാനമായിട്ടും 5 സിഗ്നലുകളാണ് സാധാരണ ഡ്രൈവിംഗ് ടെസ്റ്റിന് വേണ്ടി കാണിക്കാറുള്ളത്. അതൊന്ന് വലത്തോട്ട് തിരിയുന്ന സിഗ്നൽ, ഇടത്തോട്ട് തിരിയുന്ന സിഗ്നൽ, വാഹനം ഓവർടേക്ക് ചെയ്യുന്ന സിഗ്നൽ, വാഹനം സ്ലോ ചെയ്യാൻ കാണിക്കുന്ന സിഗ്നൽ, വാഹനം നിർത്തുവാൻ കാണിക്കുന്ന സിഗ്നൽ. ഇതാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന സിഗ്നലുകൾ. ഇപ്പോഴുള്ള വാഹനങ്ങളിൽ ഇൻഡിക്കേറ്റർ സിഗ്നലുകൾ നമുക്ക് കാണിക്കുവാനായിട്ട് സാധിക്കും. എങ്കിൽ പോലും നമ്മൾ ഈ സിഗ്നലുകൾ തീർച്ചയായിട്ടും നമ്മുടെ ഇന്ത്യൻ നിയമം, വാഹനം ഓടിക്കുന്ന നിയമം അനുസരിച്ച് തീർച്ചയായിട്ടും ഈ സിഗ്നലുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം, പഠിച്ചിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന സാഹചര്യങ്ങളിൽ ഈ സിഗ്നലുകൾ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ നമ്മൾ പാസ് ആകത്തുള്ളൂ. ഇല്ലെങ്കിൽ ഫെയിൽ ആയി പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഫെയിൽ ആയി പോയി കഴിഞ്ഞാലുള്ള പ്രശ്നം, നമ്മൾ വീണ്ടും ആർടി ഓഫീസിൽ പോയി അല്ലെങ്കിൽ ഓൺലൈനിൽ ഫീസ് അടച്ച് അതിന്റെ രസീതുമായിട്ട് പിന്നീട് അവർ പറയുന്ന ഏതൊരു ദിവസമാണ് ആ ഒരു ദിവസം നമ്മൾ പോയി ഡ്രൈവിംഗ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ പാസ് ആകത്തുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും വാഹനം ഓടിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഈ സിഗ്നലുകളും അറിഞ്ഞിരിക്കണം. അപ്പോൾ ഏറ്റവും ആദ്യം ഞാൻ ആ സിഗ്നലുകൾ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ആദ്യത്തെ സിഗ്നല് വാഹനം വലത്തോട്ട് തിരിയുമ്പോൾ കാണിക്കേണ്ട സിഗ്നല്. വലത്തോട്ട് തിരിയുമ്പോൾ കാണിക്കേണ്ട സിഗ്നലാണ് ഈ സിഗ്നൽ. അതായത് നമ്മുടെ കൈ നേരെ പിടിച്ചതിന് ശേഷം കൈയുടെ വെള്ള മുന്നിലേക്ക് വരുന്ന അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുന്നതാണ് വാഹനം വലത്തോട്ട് നമ്മൾ തിരിയുമ്പോൾ കാണിക്കേണ്ട സിഗ്നൽ. അതുപോലെ തന്നെ നമ്മളൊരു വാഹനം സ്റ്റാർട്ട് ചെയ്ത് റോഡിലേക്ക് കയറുമ്പോൾ തീർച്ചയായിട്ടും ഈ സിഗ്നൽ കാണിച്ചു വേണം കയറാൻ. വേറൊന്നും കൊണ്ടല്ല, നമ്മളൊരു വാഹനം എപ്പോഴും റോഡിന്റെ ഇടത്ത് സൈഡിലായിരിക്കും പാർക്ക് ചെയ്ത് കിടക്കുന്നത്. അവിടുന്ന് നമ്മൾ റോഡിലേക്ക് കയറുമ്പോൾ തീർച്ചയായിട്ടും വാഹനം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ വലത്തോട്ടുള്ള ഇൻഡിക്കേറ്റർ കൊടുത്തതിന് ശേഷം കൂട്ടത്തിൽ ഈ ഹാൻഡ് സിഗ്നൽ, വലത്തോട്ടുള്ള ഹാൻഡ് സിഗ്നലും കൂടെ കാണിച്ചിട്ട് വേണം റോഡിലേക്ക് പ്രവേശിക്കാൻ. ഇതിങ്ങനെ ചെയ്താലുള്ള ഗുണം, പുറകിൽ നിന്ന് വരുന്ന വാഹനത്തിന് കൃത്യമായിട്ടും ഈ സിഗ്നലുകൾ മനസ്സിലാകും, നമ്മൾ റോഡിലേക്ക് കയറാൻ പോവുകയാണ് എന്നുള്ളത് മനസ്സിലാകും. അതുപോലെ തന്നെ നമ്മൾ വലത്തേക്ക് വാഹനം തിരിയുന്ന സാഹചര്യങ്ങളിലും ഈ സിഗ്നല് കാണിക്കും. അപ്പോൾ വലത്തോട്ട് തിരിയുവാൻ ഈ സിഗ്നലാണ്. അതുപോലെ തന്നെ നമ്മളൊരു വാഹനം പാർക്ക് ചെയ്തതിനു ശേഷം വീണ്ടും റോഡിലേക്ക് പ്രവേശിക്കുന്ന സാഹചര്യങ്ങളിലും ഈ സിഗ്നൽ കാണിക്കണം. അതുപോലെ തന്നെ വലത്തോട്ടുള്ള ഇൻഡിക്കേറ്റർ ഇടണം. അപ്പൊ ആദ്യത്തെ സിഗ്നലുകളെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ധാരണയാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഇടത്തോട്ടുള്ള സിഗ്നൽ വളരെ സിമ്പിൾ ആണ്. ഇങ്ങനെ തന്നെ കൈ പിടിക്കുക, നമ്മുടെ ഷോൾഡർ ലെവലിൽ നേരെ പിടിച്ചതിന് ശേഷം വൃത്താകൃതിയിൽ 3 തവണ കറക്കുക. 1 2 3 ഇങ്ങനെ 3 തവണ കറക്കുക. എന്തുകൊണ്ടാണ് 3 തവണ കറക്കുന്നത്? വളരെ സിമ്പിൾ ആണ്. നമ്മൾ 3 തവണ കറക്കിയെങ്കിൽ മാത്രമേ പുറകിൽ വരുന്ന വാഹനത്തിന് ഇതെന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ടാണ് 3 തവണ കറക്കണം എന്ന് പറയുന്നതിന് പിന്നിലെ കാര്യം. നമ്മൾ പെട്ടെന്ന് കൈ വെളിയിലേക്ക് ഇട്ടതിന് ശേഷം ഒരു റൗണ്ട് ചെയ്ത് പെട്ടെന്ന് കൈ എടുത്താൽ പുറകിൽ വരുന്ന വാഹനത്തിന് അത് കൃത്യമായിട്ട് കാണണമെന്നില്ല. അപ്പോൾ അവർ കാണുവാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു 3 തവണ ആ ഒരു ടൈം കൊടുക്കുന്നത്. അത് നിങ്ങൾ വാഹനം ഈ പറഞ്ഞതുപോലെ വലത്തോട്ടുള്ള സിഗ്നൽ കാണിക്കുമ്പോഴും പുറകിൽ വരുന്ന വാഹനത്തിന് കാണാവുന്ന രീതിയിലുള്ള ഒരു ടൈം കൊടുക്കുക. ഒരു 3-4 സെക്കൻഡ് എങ്കിലും നമ്മളൊന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചതിന് ശേഷം മാത്രമേ കൈ അകത്തേക്ക് ഇടാവുള്ളൂ. അപ്പോൾ വലത്തോട്ടുള്ള സിഗ്നൽ ഇത്. ഇനി ഇടത്തോട്ടുള്ള സിഗ്നൽ ആണെങ്കിൽ ഇങ്ങനെ 3 തവണ വൃത്താകൃതിയിൽ കറക്കുക. ഇനിയുള്ള സിഗ്നലാണ് ഓവർടേക്കിംഗ് സിഗ്നൽ. പുറകിൽ നിന്ന് വരുന്ന ഒരു വാഹനത്തെ നമുക്ക് കയറ്റി വിടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കാണിക്കേണ്ട ഒരു സിഗ്നൽ, അത് വളരെ സിമ്പിൾ ആണ്. നമ്മുടെ കൈ ഇതുപോലെ തന്നെ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചതിന് ശേഷം ഷോൾഡർ ലെവലിൽ വെച്ചതിന് ശേഷം റാ ഷേപ്പിൽ കറക്കുക. അതായത് ഇങ്ങനെ, അതും 3 തവണ. അതായത് 1 2 3 ഇങ്ങനെ 3 തവണ കറക്കുക. അപ്പൊ കൃത്യമായിട്ട് പുറകെ വരുന്ന വാഹനത്തിന് അത് കൃത്യമായിട്ട് മനസ്സിലാകും. ഇനിയുള്ളതാണ് സ്ലോ ഡൗൺ സിഗ്നൽ. ഈ സിഗ്നൽ നിങ്ങൾ കാണിക്കുമ്പോൾ നിങ്ങളുടെ കൈവെള്ള നേരെ റോഡിന് താഴോട്ട് വരുന്ന രീതിയിൽ തിരിച്ച് ഇങ്ങനെ വെക്കുക, സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുക. അതിനുശേഷം 3 തവണ മേളിലേക്കും താഴോട്ടും പൊക്കുക. അതായത് 1 2 3 ഇതാണ് വാഹനം സ്ലോ ചെയ്യാൻ പോകുന്നു എന്ന് കാണിക്കുന്ന സിഗ്നൽ. ഒന്നുകൂടെ കാണിച്ചു തരാം. സ്ട്രെയിറ്റ് ആയിട്ട് കൈ ഇങ്ങനെ വെക്കുക, ഷോൾഡർ ലെവലിൽ കൈയുടെ വെള്ള നേരെ താഴോട്ട് വരണം, റോഡിനോട് താഴോട്ട് വരുന്ന രീതിയിൽ വെച്ചതിന് ശേഷം 3 തവണ മേളിലേക്കും താഴോട്ടും വെക്കുക. 1 2 3 ഇതാണ്
വാഹനം സ്ലോ ചെയ്യാൻ പോകുന്നു എന്ന് കാണിക്കുന്ന സിഗ്നൽ. ഇനിയുള്ള അടുത്ത സിഗ്നൽ, ലാസ്റ്റ് സിഗ്നൽ, വാഹനം നിർത്തുന്നു, അതായത് സ്റ്റോപ്പ് സിഗ്നൽ. സ്റ്റോപ്പ് സിഗ്നൽ കാണിക്കുന്നത് വളരെ സിമ്പിൾ ആണ്. നമ്മുടെ കൈ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചതിന് ശേഷം ഒരു എൽ ഷേപ്പ് തിരിച്ച് വരുന്ന രീതിയിൽ കാണിക്കുക. ഇതൊരു 3 സെക്കൻഡ് 4 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുക, കൈ താത്തിടുക. ഇതാണ് സ്റ്റോപ്പ് സിഗ്നൽ. സാധാരണ ഈ 5 സിഗ്നലുകളാണ് ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന സാഹചര്യങ്ങളിൽ സാധാരണ ഉപയോഗിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സിഗ്നലുകൾ നിങ്ങൾ പഠിച്ചിരിക്കണം. നിങ്ങൾ ഈ ഒരു സിഗ്നൽ വീട്ടിൽ നിന്ന് നല്ല രീതിയിൽ പഠിച്ച് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ ഈ സിഗ്നലും കൂടെ ഇട്ട് വാഹനം ഓടിക്കുക. അങ്ങനെ ഓടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഡ്രൈവിംഗ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ സിഗ്നലുകൾ അറിഞ്ഞിരിക്കുക. അതിന്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങളുടെ ഇൻഡിക്കേറ്റർ സിഗ്നലുകളെ കുറിച്ചും നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാകണം. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഹാൻഡ് സിഗ്നലാണ് പറഞ്ഞു തരുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഗുണമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമന്റ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.